ഹലോ, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കുരുമുളകും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ബീഫിൻ്റെ അളവാണ് കേട്ടോ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മസാലപ്പൊടികളൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയുടെ അളവ് നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. ഇനി ഇതിലേക്ക് അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൊടി ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ ചൂട് കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഏത് പാത്രത്തിലാണ് നമ്മൾ ബീഫ് വേവിക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഈ ഒരു വലിപ്പത്തിലാവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു 2 പച്ചമുളക് കീറിയിട്ടതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അതിനെ വഴറ്റുക. അതിനുശേഷം നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഈ മസാലപ്പൊടികൾ കുതിരാൻ വേണ്ടി ചേർത്ത് വെച്ചാൽ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിയുന്നത് വരെ അതിനെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ കണ്ട വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും സമയം നമ്മൾ റോസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ മസാലയൊക്കെ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ മൂപ്പിക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം തീ ഓഫാക്കിയതിന് ശേഷം ഒരു അടപ്പ് വെച്ച് മൂടുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ബീഫ് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കുക്കറിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല ഉരുളി വെച്ച് ചെയ്യണമെന്ന്. കുക്കറിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ബീഫ് വെന്ത് കിട്ടും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള താളിപ്പ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം 2 മീഡിയം സൈസ് സവാള, വലുതാണെങ്കിൽ 1 മതി, അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് അതൊന്ന് സോഫ്റ്റ് ആയാൽ മതി. നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒരു 5 മിനിറ്റ് അത്രയും മതി. ഇപ്പോൾ നമ്മുടെ സവാളയുടെയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ഈ താളിപ്പ് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉരുളിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ നമ്മൾ ഈ സവാള വഴറ്റുന്നതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ആ പാത്രം കഴുകി കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മുടെ ബീഫ് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് റോസ്റ്റായി വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ കളറൊക്കെ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പാകത്തിന് റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.